നവംബർ 10 ഡൽഹിയിൽ വെച്ച് നടന്ന കാർ ബോംബ് ബ്ലാസ്റ്റ് ഇല്ലേ, അത് നടന്നതും കുറേ പോസ്റ്റുകളും കമൻറ്റുകളും കണ്ടു. ഇത് ഫോൾസ് ഫ്ലാഗ് ഓപ്പറേഷനാണ്, ബീഹാറിലെ ഇലക്ഷൻ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കണ്ടു. അപ്പോൾ ഇതിൽ എൻ്റെ അഭിപ്രായം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം ബീഹാറിലെ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞു, സെക്കൻഡ് ഫേസ് ആയിരുന്നു നവംബർ 11. പിന്നെ അതുപോലെ ബീഹാർ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇന്ത്യയിലെ ഏറ്റവും പോവർട്ടി റേറ്റുള്ള ഒരു സംസ്ഥാനമാണ്. അവിടുത്തെ ആൾക്കാർ പകുതി ആൾക്കാരൊന്നും ടി വി ന്യൂസൊന്നും കാണുക പോലും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റിൽ ഈ ഡൽഹിയിൽ വെച്ച് നടന്ന കാർ ബോംബ് അതിനെ എഫക്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞത് ഒരു ലോങ് സ്ട്രെച്ചാണ്. അതിന് അത്ര വാലിഡിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ അടുത്ത ഇലക്ഷൻ വരാനുള്ളത് നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷനാണ്, അല്ലാണ്ട് വേറെ ഒന്നും കാര്യമായിട്ടൊന്നും ഇനി വരാനുമില്ല. ഇത് പ്രോപ്പർ ഒരു സ്ലീപ്പർ സെൽസിനെ ആക്ടിവേറ്റ് ചെയ്ത പോലെ ഈ വൈറ്റ് കോളർ ഈ ഡോക്ടർമാരെ ഇവർ റിക്രൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനൊക്കെ ഇങ്ങനെ ഒറ്റയടിക്ക് ഇങ്ങനെ ആക്ടിവേറ്റ് ചെയ്ത പോലത്തെ ഒരു സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് ഉണ്ട്. അത് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു പ്രോപ്പർ ഒരു തീവ്രവാദിൻ്റെ ഒരു പ്ലാന്, ഈ ജെയ്ഷ് ഇ മുഹമ്മദിൻ്റെ ഒക്കെ ഒരു പ്ലാനിങ് പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എന്താണ് ശരിക്കുള്ള ഡിസ്ട്രാക്ഷൻ? അത് കാണണമെങ്കിൽ ഇനി കുറച്ച് ദിവസങ്ങളിൽ, ഇനി വരാൻ പോകുന്ന കുറച്ച് ദിവസങ്ങളിൽ US പൊളിറ്റിക്സ് ഒന്ന് ശ്രദ്ധിക്കുക. ഒന്നെങ്കിൽ വെനിസ്വേലയായിട്ട് യുദ്ധത്തിന് പോകും, രണ്ടാമത് എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ അമേരിക്കയിൽ തന്നെ എന്തെങ്കിലുമൊക്കെ നടക്കും, മൂന്നാമത് എന്തെങ്കിലും താരിഫോ അങ്ങനെ എന്തെങ്കിലും എക്കണോമിക്കൽ കുറേ കാര്യങ്ങൾ അണ്ണൻ ചെയ്യും ട്രംപ് അണ്ണൻ. എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഇന്നലെ 20,000 ഡോക്യുമെൻറ്റ്സ് ഓഫ് എപ്സ്റ്റീൻ്റെ ഇമെയിൽസ് ഇവർ പുറത്ത് വിട്ടിട്ടുണ്ട്. ആരാണ് ജെഫ്രി എപ്സ്റ്റീൻ, എന്താണ് ഈ എപ്സ്റ്റീൻ ഫയൽസ് എന്നൊക്കെ അറിയാലോ. പുള്ളി ഒരു പെഡോഫൈലായിരുന്നു. ഇയാളുടെ ഒരു ഐലൻഡ് ഉണ്ട്, ഐലൻഡിൽ കൊണ്ടുപോയിട്ട് ചൈൽഡ് സെക്സ് ട്രാഫിക്കിങ്ങിൻ്റെ വലിയൊരു റിങ് തന്നെ അയാൾ നടത്തിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു 1.5 മണിക്കൂറുടെ പോഡ്കാസ്റ്റ് ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ അവിടെ കൊടുക്കുക, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇപ്പോൾ പുതിയ ഡോക്യുമെൻറ്റ്സിൽ കുറേ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, ആൾക്കാർ അതൊക്കെ നോക്കി വരുന്നേ ഉള്ളൂ. അതിൽ കുറച്ച് ഇമെയിലുകളുണ്ട്, അതിൽ ട്രംപിൻ്റെ ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റും ട്രംപ് ആ ആൾക്കാരിനെ പീഡിപ്പിച്ചു എന്ന് വരെ പറയുന്നുണ്ട്. എപ്സ്റ്റീൻ ട്രംപിനെ കുറിച്ച് 2017 പറയുകയാണ്, മരിക്കുന്നതിൻ്റെ 2 വർഷം മുന്നേ. ഐ ഹാവ് മെറ്റ് സം വെരി ബാഡ് പീപ്പിൾ, നൺ ആസ് ബാഡ് ആസ് ട്രംപ്, നോട്ട് ദ വൺ ഡീസൻറ്റ് സെൽ ഇൻ ഹിസ് ബോഡി, സോ യെസ് ഹിസ് ഡേഞ്ചേഴ്സ്. ജെഫ്രി എപ്സ്റ്റീനെ ഇത്രയും മോശമായ ആൾ, അയാൾ പറയുന്നത് ട്രംപാണ് എന്നെക്കാളും മോശമായിട്ടുള്ള ആളെന്നാണ് പറയുന്നത്. ജിസ്ലൈൻ മാക്സ്വെൽ എന്ന് പറഞ്ഞിട്ട് എപ്സ്റ്റീനെ ഈ റിക്രൂട്ട് ചെയ്യാൻ, കുട്ടികളെ റിക്രൂട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരുടെ ഒരു മെയിലിൽ പറയുന്നുണ്ട് ഒരു വിക്ടിമിൻ്റെ കൂടെ ട്രംപ് മണിക്കൂറുകളോളം ചെലവഴിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് ഡിസ്ട്രാക്ട് ചെയ്യാം, അതായിരിക്കും ഇപ്പോൾ ട്രംപിൻ്റെ കൂടെ ഉള്ളവർ വിചാരിക്കുന്നത്.